ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ടൊരു 5 years ബേബിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കട്ടിങ് കാണാത്തവർ ആദ്യം കട്ടിങ് ഒന്ന് കണ്ടു നോക്കാം, ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ പീസുകളും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് 2 പീസായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ആ 2 പീസ് ഇതുപോലെ എടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമുക്കിനി ക്ലോത്ത് കുറവാണെങ്കിൽ നമുക്ക് ഈ സെൻറ്റർ പോർഷൻ ഇങ്ങനെയൊക്കെ കട്ട് പീസാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു പീസ് ഇതുപോലെ നിവർത്തി കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് സെൻറ്റർ ജോയിൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് രണ്ടിൻ്റെയും മോശവശങ്ങൾ ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ചേർത്ത് വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ മീതെ വെക്കുന്ന പീസ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് രണ്ടിൻ്റെയും മോശം വശങ്ങളാണ് കേട്ടോ ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ ചെയ്തെടുക്കണമെന്നില്ല, ഇതല്ലാതെ വേറെ കുറേ മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും മോശം വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് മീതെ ഇരിക്കുന്ന ആ ഒരു ക്ലോത്തിൻ്റെ ആ ഒരു എന്താ പറയുക കട്ടിങ് വരുന്ന ആ ഒരു വശം ഉണ്ടല്ലോ, ആ വശം ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കതിൻ്റെ എൻഡ് വശം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നൂലിൻ്റെ വശങ്ങളൊന്നും പുറത്തേക്ക് കാണില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. കണ്ടോ, അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പീസ് നമുക്കിങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പീസ് വരുന്നത് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഫോൾഡ് ചെയ്ത വശം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ഉറപ്പിലും നിൽക്കും, നല്ലൊരു ഭംഗിയിലൊരു ബോർഡർ പോലെ താഴെ വരെ നിൽക്കും. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതല്ലാതെ പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ഞാനും വേറെ മെത്തേഡിലൊക്കെ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഒരു വശം ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒപ്പം നമ്മൾ അയൺ ചെയ്തെടുക്കണം. ഒപ്പം അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോക്കിന് നല്ല ഭംഗിയുണ്ടായിരിക്കും. ഫ്രോക്ക് എന്നല്ല, നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നെക്കോ സ്ലീവോ എന്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒപ്പം തന്നെ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ. അപ്പോൾ ഞാനത് എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ താഴെ വരെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ ഫ്രില്ല് വെക്കുന്നില്ലെങ്കിൽ ഈ ഒരു വശം നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കാം കേട്ടോ. എ ലൈൻ ഫ്രോക്കിൽ നമ്മൾ സെൻറ്ററിൽ ഓപ്പണിങ് കൊടുക്കുമല്ലോ ലാസ്റ്റ് എൻഡ് വശത്ത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് പകരം വേറൊരു പീസ് നമുക്ക് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഒരു ബോർഡർ പോലെ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഈ 2 പീസും ജോയിൻ്റ് ഇട്ടിട്ട് എക്സ്ട്രാ ഒരു പീസ് വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ടിൻ്റെയും ഷോൾഡറൊക്കെ ജോയിൻ്റ് ഇട്ടിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഷോൾഡർ ജോയിൻ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിൽ ഹുക്ക് വെക്കുന്ന ഒരു ഓപ്പണിങ്ങും അതുപോലെ തന്നെ കഴുത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ഷോൾഡറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലോക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മളിതിനകത്ത് ലൈനിങ് ഒന്നും വെക്കാത്തതുകൊണ്ട് ഷോൾഡർ നല്ല ലോക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലാണ് നെക്കും സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ 2 സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഷോൾഡർ. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ബാക്കിൽ ഓപ്പണിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഹുക്കിനായിട്ടൊരു ഓപ്പണിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്ക് പോർഷനിൽ നമുക്ക് ആദ്യം ഈ ഒരു പോർഷൻ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് ഒരു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. നമുക്കത് എത്ര ലെങ്ത്തിൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2.5 ഇഞ്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ലെങ്ത്ത്. അപ്പോൾ അതേ ഇതിൽ ബാക്ക് പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2.5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേറെ ഒരു പീസിൽ ഈ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീഡിയോസിൽ ഒരുപാട് വീഡിയോസിൽ കാണിക്കുന്നത് തന്നെയാണ്. പിന്നെ അതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസ് ഇതുപോലെ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മെയിൻ പാർട്ടിൽ എത്രയാണ് ലെങ്ത്തിൽ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്തിൽ തന്നെ ഈ പീസിലും കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ബാക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നല്ല വശം ഇതുപോലെ നിവർത്തി കൊടുക്കാം. അതിൻ്റെ മീതേക്കായിട്ട് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള പീസില്ലേ, ഈ പീസിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി ആ ഒരു വി ഷേപ്പിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ കട്ടിങ്സ് കാണുന്നില്ലേ, ആ ഒരു വി ഷേപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് ഉള്ളിലേക്ക് മറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്.
പിന്നെ ഇതെല്ലാം അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു ഫ്രോക്കും ഈ ഒരു മോഡലൊക്കെ അറിയുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു വി ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കട്ട് ചെയ്ത് കൊടുത്താലാണ് ഉൾവശത്തേക്ക് നല്ല രീതിക്ക് അത് മറഞ്ഞു പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വശം കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും കട്ട് ചെയ്തില്ലെങ്കിലും അത്ര പ്രശ്നമില്ല. പക്ഷേ ആ ഒരു എൻഡ് വശം എന്തായാലും കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ആ ഒരു ക്ലോത്ത് ഉള്ളിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു കോട്ടൺ മിക്സ് ആയതുകൊണ്ട് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ വേറെ ഏതെങ്കിലും ഷിഫോൺ പോലത്തെ ക്ലോത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി പാടാണ് കേട്ടോ ഈ ഒരു പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനത് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിലേക്കൊന്ന് ഒരു സ്ക്വയർ ടൈപ്പിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊരു 3 സൈഡ് വരുമല്ലോ, 3 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിൽ നമ്മൾ ഹുക്ക് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹുക്ക് വെക്കണില്ല, നെക്ക് കുറച്ച് വിട്ടിലെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ തലയിൽ കൂടെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനത് പറ്റാത്തതുകൊണ്ടാണ് ബാക്കിലൊരു ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്താലാണ് നെക്ക് നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മൾ നെക്ക് ഒരു ക്രോസ് പീസൊക്കെ വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ബാക്ക് പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ക്രോസ് പീസ് നമ്മൾ മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പീസുകളായിരുന്നു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതൊക്കെ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് നെക്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു 1.25 ഇഞ്ച് 1 ഇഞ്ച് വീതിയിലൊക്കെ എടുത്താൽ മതിയായിരിക്കും കേട്ടോ. അധികം വീതി എടുക്കരുത്, കാരണം വീതി അധികമായി കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യൽ കുറച്ച് അധികം നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്രോസ് പീസൊന്നും ഒരുപാട് വീതിയിൽ എടുക്കരുത്. 1 ഇഞ്ച് എടുത്താലും നമുക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പീസ് ആദ്യമേ നമുക്ക് സെൻറ്റർ മടക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് പീസ് സെൻറ്റർ മടക്കി കൊടുത്ത് നെക്കിൽ ആദ്യമേ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു പീസ് സ്റ്റിച്ചിൽ പെട്ടില്ല എന്ന് വരും. അപ്പോൾ ആദ്യമേ നമുക്ക് സേഫായിട്ട് ക്രോസ് പീസ് സെൻറ്റർ മടക്കി കൊടുത്തിട്ട് എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമുക്കത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ടിട്ട് ക്രോസ് പീസ് മടക്കി കൊടുത്ത് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ആദ്യമേ ക്രോസ് പീസ് സെൻറ്റർ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓരോരുത്തർക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ക്രോസ് പീസ് സെൻറ്റർ മടക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ബാക്കിൽ ഇതുപോലെ നമ്മൾ ഹുക്കിനായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ ഇതുപോലെ ക്രോസ് പീസ് നെക്കിന് ചേർത്ത് വെച്ച് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്കിന് റൗണ്ട് ചെയ്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് മൊത്തത്തിൽ നമുക്ക് ആ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നെക്കിൻ്റെ ഷേപ്പിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ മുന്നുള്ള ഫ്രോക്കുകളിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കട്ടിങ് സെപ്പറേറ്റ് അല്ലേ കാണിച്ചിട്ടില്ല. അപ്പോൾ സ്റ്റിച്ചിങ് കുറച്ചും കൂടി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ. ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആ നെക്കിൻ്റെ എൻഡ് വശത്തെത്തുമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മറച്ചെടുക്കുമ്പോൾ ആ ഒരു പോർഷൻ നല്ല ഫിനിഷിങ്ങിൽ വരും. അതിനാണ് കേട്ടോ നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ ഒരു സ്റ്റിച്ചിന് പുറമേക്ക് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കട്ടിങ്സ് ഇട്ട് കൊടുത്താലാണ് അത് മറച്ച് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് നെക്ക് വരുള്ളൂ. അപ്പോൾ ആദ്യമേ നമുക്ക് ആ ഒരു കട്ടിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടില്ലേ, അത് ഇതുപോലെ പുറത്തേക്കാക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ പുറത്തേക്കാക്കി എടുക്കുമ്പോൾ ആ ഒരു വശം നല്ല ഫിനിഷിങ്ങിൽ വരും. ഇനി നമുക്ക് ആ ഒരു ക്രോസ് പീസിൻ്റെ വശം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നെക്ക് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നെക്ക് മൊത്തത്തിൽ ആ ഒരു ക്രോസ് പീസ് നല്ല വശത്തു നിന്ന് ഉൾവശത്തേക്ക് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ വശങ്ങളൊക്കെ കണ്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെയാണെങ്കിൽ ആ ഒരു സ്റ്റിച്ച് പുറത്തേക്ക് വരും. ഷോൾഡർ രണ്ടും ജോയിൻറ്റ് ചെയ്യണ ആ ഒരു വശം ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് സ്ലീവാണ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ സ്ലീവ് എടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഇലാസ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവ് എടുക്കാം. അപ്പോൾ സ്ലീവിൽ നിങ്ങൾ 2 കട്ടിങ്സ് കണ്ടില്ലേ,
അപ്പോൾ ഈ ഒരു കട്ടിങ്സ് നമ്മൾ ഈ ഒരു എൻഡ് വരെ 2 കട്ടിങ്സും തമ്മിലുള്ള അകലാണ് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് താഴ്വശം ഉണ്ടല്ലോ, താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 3/4 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ എൻഡ് വരെ നമുക്ക് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് 2-3 ടൈപ്പിൽ വെക്കാം സ്ലീവിൽ. അപ്പം ഞാനിത് ഒരു ടൈപ്പിൽ വെക്കുന്നതേ ഉള്ളൂ. ഇതല്ലാതെ വേറെ മോഡലൊക്കെ ഉണ്ട് കേട്ടോ ഇലാസ്റ്റിക് വെക്കാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ഷിഫോൺ പോലത്തെ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, ജോർജറ്റ് പോലത്തെ തുണികളൊക്കെ, അങ്ങനത്തെ തുണികളിലായിരിക്കും ഈ ഒരു സ്ലീവ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കുന്ന ഇലാസ്റ്റിക് ഇതുപോലെ വെച്ച് നോക്കുക. അപ്പോൾ ആ ഇലാസ്റ്റിക് കയറി പോകുന്ന ഗ്യാപ്പ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വെക്കുന്ന ഇലാസ്റ്റിക് വെച്ച് നോക്കണം കേട്ടോ. ആ ഒരു അളവ് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ 2 കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പോർഷനിൽ ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കട്ടിങ്സ് 2 സൈഡിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക, അടുത്ത സൈഡ് വരെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കണ്ടോ. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം. ഇലാസ്റ്റിക് ആദ്യം നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ കയറ്റി കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തപ്പോൾ താഴ്വശത്ത് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലേ, അതിൽ കൂടെ നമുക്ക് ഈ ഇലാസ്റ്റിക് ഒന്ന് സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടൊന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുക. ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുമ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ഒരു വശം നമ്മുടെ കയ്യിലൊന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ. ഇലാസ്റ്റിക് അല്ലെങ്കിൽ അതിനകത്ത് കൂടെ കയറിപ്പോവും. അപ്പോൾ തീരെ ചെറുതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതൊരു അത്യാവശ്യം പഫ് പോലെ നിൽക്കും കേട്ടോ. നമ്മൾ ഇലാസ്റ്റിക് വെച്ചാലും അത്യാവശ്യം പഫ് പോലെ നിൽക്കും. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ലീവ് കാണാനായിട്ട്. ഇലാസ്റ്റിക് നമ്മൾ ഇതുപോലെ പുറത്തേക്കാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിനകത്തുള്ള സേഫ്റ്റി പിൻ ഊരി മാറ്റിയിട്ട് ആ ഒരു എൻഡ് വശം ഒന്ന് ടൈറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാരണം ഇലാസ്റ്റിക് ഊരിപ്പോവാത്ത വിധത്തിൽ എൻഡ് വശത്തൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്യണം. അതായത് ഇലാസ്റ്റിക്കിൻ്റെ അടിവശം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഒരു വശം മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു വശം കൂടെ നമ്മളൊന്ന് ആ ക്ലോത്ത് ഫില്ലാക്കി കൊടുത്തിട്ട് ആ ഒരു എൻഡ് വശം കൂടെ നമുക്കൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ ഇലാസ്റ്റിക് അതിനകത്ത് കയറി പോകുന്നുള്ള ടെൻഷൻ വേണ്ട, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത് കേട്ടോ. ഇനി 2 സൈഡും ഇതുപോലെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ എല്ലാ സൈഡിക്കും ഒരുപോലെ ഇലാസ്റ്റിക്കും ക്ലോത്തും കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് വരുന്നത്, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ അടുത്ത സ്ലീവും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇനി സെപ്പറേറ്റ് കാണിക്കുന്നില്ല. ബോഡി പാർട്ടിൽ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നോർമൽ സ്ലീവ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അതായത് സെൻറ്ററിൽ നിന്നാണല്ലോ നമ്മൾ നോർമൽ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഇതിലും രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ 2 സൈഡിലേക്കും സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ആ പ്ലീറ്റ്സ് വരുന്ന ഭാഗം കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിലേക്ക് നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അടുത്ത സൈഡിലേക്ക് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിന് മീതെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം, ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ അടുത്ത സ്ലീവും ചെയ്തെടുക്കുന്നുണ്ട് സെയിം മെത്തേഡിൽ തന്നെ. അതിന് ശേഷം നമുക്കതിൻ്റെ ആ ഒരു സ്ലീവ് ഈ ഒരു ബോഡി പാർട്ടും കൂടെ ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ഇനി സെപ്പറേറ്റ് വീണ്ടും കാണിക്കണില്ല. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കുന്നുണ്ട്. അടുത്ത സ്ലീവും സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സമയമുള്ളപ്പോൾ ഒന്ന് കയറി നോക്കണം. ഒരുപാട് വീഡിയോസ് ഉണ്ട്, യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പോൾ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റിവ്യൂസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സ്ലീവ്. ഇനി ഇതുപോലെ അടുത്ത സ്ലീവ് നമുക്ക് ചെയ്തെടുക്കാം. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ സ്ലീവ്. നല്ല പഫ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ അടുത്ത സ്ലീവും കൂടെ നമ്മൾ ബോഡി പാർട്ടായിട്ട് ഇതുപോലെ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കണം, താഴെ ഫ്രില്ലും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ സൈഡ് ജോയിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടൈ വെച്ച് കൊടുക്കണോണ്ട് ടൈയും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ടൈനായിട്ട് കുറച്ച് കട്ട് പീസുകളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതൊക്കെ ഒന്ന് ജോയിൻ്റ് ഇട്ടിട്ട് ടൈൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട്
ടൈനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. മേൽവശത്ത് നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടൈയും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ടൈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൈ 2 രീതിയിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലും അതുപോലെ തന്നെ നമ്മൾ ഹെയർ ബാൻഡിനൊക്കെ ചെയ്യുമല്ലോ അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ടൈ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 ടൈയും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ടൈനകത്തൊന്നും നമ്മൾ ഇതുപോലെ കട്ട് പീസുകളൊന്നും വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. കാരണം അത് ഫോൾഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് അതറിയില്ല. ടൈന് ഇനി ക്ലോത്തില്ലെങ്കിൽ നിങ്ങൾ 3-4 പീസ് ജോയിൻ്റ് ഇട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ അത് പുറത്തേക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എത്രയാണോ സൈഡിൽ കൊടുത്തിട്ടില്ലേന്ന് നോക്കാം. അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. നമുക്ക് ചെസ്റ്റ് സൈസ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അളന്ന് നോക്കി മാർക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ 1.5 ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 1.5-ക്കൊന്നും സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. 1.5 അളവിലൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. നമ്മളൊന്ന് ജസ്റ്റ് അളന്ന് നോക്കുക. അതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൈ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൈഡിൽ ഇതുപോലെ ടൈ വെച്ച് കൊടുത്തിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡ് നമുക്കിതുപോലെ ടൈ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴെ ഫ്രില്ലിനുള്ള ഒരു പോർഷനും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ഇനി സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ തന്നെ നമ്മൾ മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ സ്ലീവ് ഞാൻ ഈ ഒരു മോഡൽ ഒരു തവണയും കൂടെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ചാനലിൽ. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ലീവാണ് കേട്ടോ. ഒരുപാട് കൺഫ്യൂഷനൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇലാസ്റ്റിക്കിൽ നിങ്ങൾക്ക് ഇലാസ്റ്റിക് എടുക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളുടെ അളവ് നോക്കുക. സ്ലീവിൻ്റെ ചുറ്റിയിട്ടുള്ള അളവുണ്ടല്ലോ ലൂസ്, അത് നോക്കിയിട്ട് അതിന് 1 ഇഞ്ച് കുറവെടുത്താൽ മതി കേട്ടോ. നമ്മളെപ്പോഴും ഇലാസ്റ്റിക് ഒത്തിരി കുറവെടുക്കരുത്. 1 ഇഞ്ചേ കുറവെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 2 സൈഡും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശത്തേക്കുള്ള താഴെ ഫ്രില്ലിട്ട് കൊടുക്കുന്ന പീസുകളുണ്ടല്ലോ അത് ഇതുപോലെ ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കട്ട് പീസുകളായതുകൊണ്ട് ഞാൻ എല്ലാം ജോയിൻ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ള. നീളത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിൽ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ട് ഇതുപോലെ നല്ല വശം മീതേക്ക് ആക്കി വെക്കുക. അതിൻ്റെ അരികിൽ ഈ ഒരു പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് സെപ്പറേറ്റ് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനെപ്പോഴും ഇങ്ങനെയാണ്, കൂടുതലും ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാറ്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഇതാണ് തോന്നിയിട്ടുള്ളത്. കാരണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും ഇനി എത്ര ഉണ്ടെന്നുള്ളത്. അതല്ലാതെ നമ്മൾ സെപ്പറേറ്റ് പ്ലീറ്റ്സ് ഇടുകയാണെങ്കിൽ നമ്മൾ അളന്ന് നോക്കണമല്ലോ ഇനി എത്ര കറക്റ്റ് ആ റൗണ്ട് അളന്ന് നോക്കിയിട്ട് വേണം പ്ലീറ്റ്സ് ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഇതാട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ബട്ടൺസാണ് വെച്ച് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത്ര കൺഫ്യൂഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പഫ് സ്ലീവിനകത്ത് നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നത് മാത്രമാണ് ചെറിയൊരു പുതിയതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും സമയങ്ങളിലപ്പോൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ.